ഇസ്രായേലിൻ ദൈവം അത്യുന്നതൻ, ഇസ്രായേലിൻ ദൈവം സർവശക്തൻ, ഇസ്രായേലിൻ ദൈവം അത്യുന്നതൻ, ഇസ്രായേലിൻ ദൈവം സർവശക്തൻ. എല്ലാ നാടും എല്ലാ ജനവും നിന്നെ അറിയട്ടെ, എല്ലാ നാവും എല്ലാ മനവും നിന്നെ വാഴ്ത്തട്ടെ. എല്ലാ നാടും എല്ലാ ജനവും നിന്നെ അറിയട്ടെ, എല്ലാ നാവും എല്ലാ മനവും നിന്നെ വാഴ്ത്തട്ടെ. ആത്മാവിന്റെ നിറവിൽ ഏകസത്യ ദൈവത്തെ ആലോകരൊന്നാകെ നിത്യം ആരാധിക്കട്ടെ. ആത്മാവിന്റെ നിറവിൽ ഏകസത്യ ദൈവത്തെ ആലോകരൊന്നാകെ നിത്യം ആരാധിക്കട്ടെ. കർത്താവിന്റെ വാഗ്ദാനം സ്വർഗത്തിന്റെ സമ്മാനം, റൂഹായെ നീ പാരിടത്തിൽ ആവസിച്ചാലും. കർത്താവിന്റെ വാഗ്ദാനം സ്വർഗത്തിന്റെ സമ്മാനം, റൂഹായെ നീ പാരിടത്തിൽ ആവസിച്ചാലും. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ സകലരും ആത്മാവാൽ നിറഞ്ഞിടട്ടെ. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ സകലരും ആത്മാവാൽ നിറഞ്ഞിടട്ടെ. ആത്മാവിന്റെ നിറവിൽ ഏകസത്യ ദൈവത്തെ ആലോകരൊന്നാകെ നിത്യം ആരാധിക്കട്ടെ. ആത്മാവിന്റെ നിറവിൽ ഏകസത്യ ദൈവത്തെ ആലോകരൊന്നാകെ നിത്യം ആരാധിക്കട്ടെ. നിൻ വാഗ്ദാനം എന്നിലും നിറയ്ക്കണേ, എന്നിലൂടെ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ നിൻ വാഗ്ദാനം എന്നിലും നിറയ്ക്കണേ, എന്നിലൂടെ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആധരങ്ങൾ തുറക്കുമ്പോഴെല്ലാമൻ ആവിൽ തിരുവചനങ്ങൾ പകർന്നിടണം. ആധരങ്ങൾ തുറക്കുമ്പോഴെല്ലാമൻ ആവിൽ തിരുവചനങ്ങൾ പകർന്നിടണം. ആത്മാവിന്റെ നിറവിൽ ഏകസത്യ ദൈവത്തെ ആലോകരൊന്നാകെ നിത്യം ആരാധിക്കട്ടെ. ആത്മാവിന്റെ നിറവിൽ ഏകസത്യ ദൈവത്തെ ആലോകരൊന്നാകെ നിത്യം ആരാധിക്കട്ടെ. ഇസ്രായേലിൻ ദൈവം അത്യുന്നതൻ, ഇസ്രായേലിൻ ദൈവം സർവശക്തൻ, ഇസ്രായേലിൻ ദൈവം അത്യുന്നതൻ, ഇസ്രായേലിൻ ദൈവം സർവശക്തൻ. എല്ലാ നാടും എല്ലാ ജനവും നിന്നെ അറിയട്ടെ, എല്ലാ നാവും എല്ലാ മനവും നിന്നെ വാഴ്ത്തട്ടെ. എല്ലാ നാടും എല്ലാ ജനവും നിന്നെ അറിയട്ടെ, എല്ലാ നാവും എല്ലാ മനവും നിന്നെ വാഴ്ത്തട്ടെ. ആത്മാവിന്റെ നിറവിൽ ഏകസത്യ ദൈവത്തെ ആലോകരൊന്നാകെ നിത്യം ആരാധിക്കട്ടെ. ആത്മാവിന്റെ നിറവിൽ ഏകസത്യ ദൈവത്തെ ആലോകരൊന്നാകെ നിത്യം ആരാധിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യെശയ്യായുടെ പുസ്തകം 43 അധ്യായം 6 7 തിരുലിഖിതങ്ങൾ. വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് എന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ അരികിൽ കൊണ്ടുവരുവിൻ. എൻ്റെ നാമമഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ളവരും എൻ്റെ നാമം വഹിക്കുന്നവരുമായ എല്ലാവരെയും എൻ്റെ അരികിൽ കൊണ്ടുവരുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണ് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. നാം ലോകത്തിൽ പല വ്യഗ്രതകളിൽ മുഴുകിയിരിക്കുകയാണ്. നാം അതും ഇതും ചെയ്ത് ഒത്തിരി തിരക്കുള്ളവരാണ്. പക്ഷേ ജീവിതത്തിൽ കുറേ നേരം കർത്താവിൻ്റെ അരികിൽ വന്ന് കർത്താവിൻ്റെ വചനം കേൾക്കണം. ഈ ഒരു മണിക്കൂർ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി കർത്താവ് ക്ഷണിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ധ്യാനത്തിൽ കൂടുന്നത് പോലെ ഈ വചന ശുശ്രൂഷയിൽ കൂടണമെന്ന് ആദ്യം തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അച്ഛനോടൊന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് പറയണം. ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ധ്യാന കേന്ദ്രത്തിനെ പോലെ ഒരു സമൂഹം ഇല്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ഏറ്റു പറയണം, പ്രാർത്ഥിക്കണം, സ്തുതിക്കണം, പാടണം, ദൈവത്തെ ആരാധിക്കണം. ഈ ശുശ്രൂഷയിലെല്ലാം നിങ്ങൾ കടന്നു പോകണം. അപ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 43 അധ്യായം 15 16 തിരുലിഖിതങ്ങൾ. ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. വചനം ഏറ്റു പറയാം. ഇസ്രായേലിന്റെ സൃഷ്ടാവും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. ജീവിതത്തിൽ ഒരു വഴിയില്ലെന്ന് വിചാരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, കർത്താവ് നമുക്കായി അത്ഭുതകരമായി പാതകളെ തുറന്നു തരും. ഒരു വ്യക്തിയുടെ അനുഭവം ഈ സമയം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ പേര് ലിസമ്മ, സ്ഥലം ചങ്ങനാശ്ശേരി തുരുത്തി. ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. പറയൂ. ഞങ്ങൾ കഴിഞ്ഞ അഭിഷേക അഗ്നി കൺവെൻഷൻ നാഗമ്പടത്ത് കൊട്ടായിലച്ചൻ്റെ നടന്നപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി വന്നതിനെ സംബന്ധിച്ചു. അന്നേരം അവിടെ ഒരു സാക്ഷ്യം കേട്ടൊരു സഹോദരി വീട് സ്ഥലവുമില്ലാതെ വന്നു അച്ഛൻ്റെ കൺവെൻഷൻ കൂടിയപ്പോൾ അവർക്ക് സ്വന്തമായി ഒരു വീട് സ്ഥലവും കിട്ടിയെന്ന്. അന്നേരം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വർഷങ്ങളായി ഞങ്ങളൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നില്ല. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ മരിച്ചുപോയി. എന്നാലും മരിക്കുന്നതിന് മുമ്പേ വലിയൊരു കോൺട്രാക്ടറായിരുന്നു പുള്ളി. ഒരുപാട് പ്ലാൻ വരച്ചു വെച്ചു, 12 പ്ലാൻ വരച്ചു വെച്ചിട്ട് 12 പ്ലാൻ വരെ വീടിന് ഞാൻ അത്രയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു പ്ലാൻ വരച്ചവര് 2 പ്ലാൻ വരച്ചവരെ കണ്ടിട്ടുണ്ട്. ഇത് വീടിന് വേണ്ടി 12 പ്ലാൻ വരച്ചു വെച്ചു. നല്ലൊരു കോൺട്രാക്ടറായിരുന്നു. എന്നിട്ടും വീട് പണി നടക്കണില്ല. എന്നിട്ട് അപ്പം മരിച്ചുപോയി. എന്നിട്ട് ഇവര് മക്കളുടെ കാലം വന്നു. എന്നിട്ട് ഇവരും പരമാവധി പരിശ്രമിച്ച് നോക്കി, വീട് പണി നടക്കണില്ല. എന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു അറയും പരിയുമായുള്ള ഒരു വീടാണ്. അന്നേരം അത് ഞങ്ങൾ പലരെയും കോൺട്രാക്ടർമാരെ അത് ഈ അച്ഛൻ്റെ അഭിഷേകത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞങ്ങൾക്കും കൂടി ഒരു വീട് വെച്ച് തരികയാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ അഭിഷേകാഗ്നി വിറ്റക്കൊല്ലം അവിടെ നടക്കുമെന്ന് വിചാരിച്ചു. അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുമ്പോൾ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു. അന്നേരം അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മനോഹരമായ ഒരു വീട്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഏറെ മനോഹരമായിട്ട് ദൈവം ഒരു നല്ല വീട് വെച്ച് തന്നു. വീടിന്റെ പല ഫോട്ടോകൾ എൻ്റെ കിട്ടിയിട്ടുണ്ട്. നല്ല വീടാണ്. പ്ലാൻ ഇല്ലാത്തവർ വന്ന പ്ലാൻ കൊടുക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. നല്ലൊരു വീട്. ഇവർ മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ 12 പ്ലാനിൽ വരച്ചതിനേക്കാൾ നല്ലൊരു വീട് കൊടുത്ത്. അതാണ് ദൈവഭക്തന്റെ ആഗ്രഹം. പൂവണിയാൻ ഒരു ക്ഷണം മാത്രം മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇതുപോലെ വചനം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ദൈവം ഈ കാലഘട്ടത്തിൽ വളരെ പ്രകടമായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ സമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റിരുന്നേ. കുടുംബത്തിൽ ഒരുമിച്ച് നിങ്ങളിത് വചനം കേൾക്കുകയാണ്. എഴുന്നേറ്റ് ആരെങ്കിലും ഇതിനകത്ത് കൂട്ടാനാണെങ്കിൽ അവരെ കൂടെ കൂട്ടണം. കർത്താവ് തൻ്റെ വചനം അയക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വചനം അയക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇതിനകത്ത് ചേരാൻ സാധിക്കുന്ന എല്ലാവരും ചേർത്ത് ഈ ഒരു മണിക്കൂർ നേരത്തെ ശുശ്രൂഷയിൽ നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിച്ചും വചനം കേട്ടും ദൈവിക കാര്യങ്ങളിൽ മുഴുകാൻ പോവുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവിന്റെ നവ്യമായ ഒരു പ്രവാഹം നവ്യമായ ഒരു പ്രവാഹം ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് അയക്കണമേ. യേശുവേ, യേശുവേ, രോഗികളെ സുഖപ്പെടുത്തണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. യേശുവേ, യേശുവേ, തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. യേശുവേ, യേശുവേ, ബാലികാ ബാലന്മാരെയും ബാലികാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അവിടുന്ന് ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അവിടുന്ന് ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. വചനം കേൾക്കാൻ തടസ്സമായി നിൽക്കുന്ന മന്ദത, മരവിപ്പ്, അവിശ്വാസം, നിരീശ്വര ചിന്ത, ദൈവനിഷേധം, പൈശാചിക പീഡകൾ, ഹൃദയം അടഞ്ഞിരിക്കുന്ന അവസ്ഥ, ഹൃദയ കാഠിന്യം, ഈ മേഖലകളിലുള്ള എല്ലാ തിന്മകളും അന്ധകാര പീഡകളും പൈശാചിക ശക്തികളും ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വരുന്ന മണിക്കൂർ വചനം കേൾക്കാൻ തക്കവണ്ണം തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അന്ധകാര കോട്ടകൾ തകരട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ തിന്മകളെ ശാസിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ ശരിക്കും പങ്കുചേരാൻ ഈ മക്കളെ ശല്യം ചെയ്യുന്ന എല്ലാ പീഡക ശക്തികളെയും അന്ധകാരത്തിന്റെ അധിപതികളെയും ദുരാത്മസേനകളെയും നാരകീയ ശക്തികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മശക്തി നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഓരോ മകന്റെ മേലും നിറയണമേ, ഓരോ കുടുംബത്തിന്റെ മേലും നിറയണമേ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് ഞായറാഴ്ച ആചരണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 25-ാം തിരുലിഖിതം. ചിലർ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നേരിട്ട് പറയാം. ചിലർ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ തന്നെ ദൈവത്തിൻ്റെ മക്കളെ പിശാച് ശല്യപ്പെടുത്തിയിരുന്ന പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ദൈവ ആരാധനയിൽ നിന്നും ഞായറാഴ്ച ആചരണത്തിൽ നിന്നും സഭായോഗങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു പ്രത്യേക പ്രവണത. ഞായറാഴ്ച പള്ളി പോകാൻ തോന്നിയല്ല, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ തോന്നിയല്ല, സഭായോഗങ്ങൾക്ക് പോകുമ്പോൾ ഒരു മടുപ്പ്, ഒരു വിരസത, ഒരു താല്പര്യമില്ലായ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ 10-20 വർഷത്തെ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞ് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അനേക കുടുംബങ്ങൾ
അവർ എന്നോട് പറഞ്ഞിട്ടുള്ള അവരുടെ കണ്ണുനീരിൻ്റെ ഒരു പ്രധാന മേഖല അവർക്കൊരു മുരടിപ്പ്, ഒരു പ്രത്യേക തരത്തിലുള്ള ശോഷണം. ഒരുപാട് അധ്വാനിക്കുന്നു, രാപകൽ തലകുത്തി മറിയുന്നു, എന്നാൽ സാമ്പത്തികമായി മുരടിപ്പാണ്, കടബാധ്യതയാണ്. സാമ്പത്തികമായി വലിയൊരു ശോഷണം സംഭവിച്ച് അവസാനം അത് വലിയ കടബാധ്യത രോഗമായി മാറുക. മറ്റു ചിലരുടെ പ്രശ്നം, അവർ തലകുത്തി മറന്നു അധ്വാനിക്കുന്നു, പക്ഷേ കുടുംബത്തിൽ ഒരു സമാധാനമില്ല, ഒരു ഉയർച്ചയില്ല, കുടുംബത്തിൽ ഒരു മേന്മയില്ല, കുടുംബം അടിക്കടി അധോഗതിയിലേക്കാണ്. മറ്റു ചിലർ അത് ജനനിബിഡമായിരുന്നതൊക്കെ അത് നിർജ്ജനമായി മാറും. കുടുംബത്തിൽ മക്കളില്ല, പിൻതലമുറ ഇല്ലാതായി മാറുകയാണ്. കുടുംബത്തിന് പിൻതലമുറ ഇല്ലാതെ പോവുകയാണ്, അത് കുടുംബം നിർജ്ജനമായി പോകുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇങ്ങനെ പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിരിക്കുന്ന പറഞ്ഞ് അത് അടിക്കടി ശോഷിച്ച് പോവുക. ഒരുപാട് സംഖ്യ ഉണ്ടായിരുന്ന ആളുകൾ, സമൂഹങ്ങളൊക്കെ സംഖ്യ കുറഞ്ഞ് ശോഷിച്ച് പോവുക. ഒരുപാട് നല്ല നല്ല ബലിഷ്ഠമായ അതെല്ലാം അങ്ങോട്ട് സാമ്പത്തികമായി തകർന്നു പോവുക. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കർത്താവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചപ്പോൾ ജെറമിയ പ്രവചനത്തിൽ 17-ാം അധ്യായത്തിൽ 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ പ്രഘോഷിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിച്ചു. അത് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, യൂദാ രാജാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബെഞ്ചമിൻ കവാടത്തിലും ജെറുസലേമിൻ്റെ സകല കവാടങ്ങളിലും ചെന്ന് പറയുക, യൂദാ രാജാക്കന്മാരെ, യൂദയായിലെ ജനങ്ങളെ, ജെറുസലം നിവാസികളെ, ഈ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവീൻ. ഇതാരൊക്കെയാണ് കേൾക്കേണ്ടത്? രാജാക്കന്മാർ ഇത് കേൾക്കണം, പ്രഭുക്കന്മാർ ഇത് കേൾക്കണം, ഭരണാധികാരികൾ ഇത് കേൾക്കണം, പ്രമാണികൾ ഇത് കേൾക്കണം, ജനങ്ങളെല്ലാവരും ഇത് കേൾക്കണം. ജെറുസലം കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന സകലരുമേ കേൾക്കുവിൻ. എല്ലാവരും അറിയാൻ വേണ്ടി കർത്താവ് നിർബന്ധിക്കുകയാണ് പ്രവാചകനെ. അങ്ങനെ പ്രവാചകൻ ചെന്ന് പ്രഘോഷണം ആരംഭിക്കുക. എന്താണ് പ്രഘോഷിക്കേണ്ടത്? 21 മുതലുള്ള വാക്യങ്ങൾ. ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ, സാബത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത്. കർത്താവ് വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിൽ കൊണ്ടുവരിക, ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക. ഇതാണ് വചനം പറയുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ ജീവനെ ഇത് ബാധിക്കും, നമ്മുടെ സമൂഹത്തിൻ്റെ ജീവനെ ഇത് ബാധിക്കും, നമ്മുടെ വംശത്തിൻ്റെ ജീവനെ ഇത് ബാധിക്കും, നമ്മുടെ ബിസിനസ്സിൻ്റെ ജീവനെ ഇത് ബാധിക്കും. നാം സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും ജീവിക്കുന്ന ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണിത്. തുടർന്നുള്ള വചനങ്ങളിൽ വീണ്ടും നമ്മൾ വായിക്കുകയാണ് 22 മുതലുള്ള വാക്യങ്ങൾ. സാബത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത്, ജോലി ചെയ്യുകയും അരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാബത്ത് ദിവസം ശുദ്ധമായി ആചരിക്കുവീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാബത്ത് ആചരിക്കണം എന്ന് ദൈവം കൽപ്പിക്കുക മാത്രമല്ല, എങ്ങനെ സാബത്ത് ആചരിക്കണമെന്നും നമ്മുടെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഞായറാഴ്ച ആചരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ ഞായറാഴ്ച ആചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവരുടെ ജ്ഞാനത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നാം അത് പഠിക്കണം, അതനുസരിച്ച് നാം പ്രവർത്തിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് ധാരാളം നമ്മുടെ വംശം നിലനിൽക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഓരോ സംരംഭങ്ങൾക്ക് ജീവനുണ്ടാകുന്നതിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിനൊരു പാതയാണ് ഈ സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള നിർദ്ദേശം. ഇത് സാബത്ത് ആചരിച്ചാൽ നമ്മുടെ സമയം പോകും, ബിസിനസ് പോകും, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകും, കടയെല്ലാം പൂട്ടിപ്പോകും, അങ്ങനെ ചിന്തിക്കരുത്.
എനിക്കൊരു പൈതലിനെ അറിയാം, അവർ ഞായറാഴ്ച ആചരിക്കാൻ തീരുമാനിച്ചു. ദൈവം അവർ ഞായറാഴ്ച തലകുത്തി മറിഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ അനേക ഇരട്ടി സമ്പത്ത് നൽകി ആ സഹോദരിയും കുടുംബത്തെ അനുഗ്രഹിച്ചു. നമുക്ക് അവരുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബേബി തോമസ്, വീട് അമ്മാടം. അങ്ങനെ തന്നെ ഞാൻ 18 വർഷമായിട്ടും ഒരു സ്ഥലം കച്ചവടം നടന്നതിന്റെ സാക്ഷ്യമാണ് പറയുന്നത്. 18 വർഷമായിട്ടും ഒരു സ്ഥലം കച്ചവടം നടക്കണില്ല, വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ച് കച്ചവടം നടന്നു. അതാണ് പറയാൻ പോണത് അല്ലേ? അതെ. ഞാനും മകളും കൂടെ 2011 ഫെബ്രുവരി മാസത്തിൽ അട്ടപ്പാടിയിൽ പോയി ഒരാഴ്ചത്തെ ധ്യാനം കൂടി. അന്ന് ഇവിടുന്ന് കുറച്ച് മണ്ണ് കൊണ്ടുപോയി വെഞ്ചിരിച്ചു. ആ മണ്ണ് കൊണ്ടുവന്ന് ഞാൻ തിരിച്ച് ഞങ്ങളുടെ പറമ്പിൽ നിന്നൊരു 12-13 സെന്റ് സ്ഥലം വിറ്റതാ. അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 18 വർഷം നിരന്തരമായി പ്രാർത്ഥിച്ചത്. ഈ മണ്ണ് കൊണ്ടുവന്ന് ഞാൻ പറമ്പിലാകെ വെതറി തമ്പുരാനോട് പ്രാർത്ഥിച്ചു. ഇത് വെതറി ആദ്യകാലം കഴിയുന്നതിന് മുന്നേ എനിക്കിത് തിരിച്ചു കിട്ടണം. പിന്നെ അട്ടപ്പാടിയിലെ അച്ഛൻ വട്ടായിൽ അച്ഛൻ പറഞ്ഞു, ഞായറാഴ്ച കച്ചവടം മുടക്കിയാൽ നിങ്ങൾക്ക് സമ്പത്ത് യേശു തരുന്നു. അതൊന്ന് വിശദീകരിച്ച് പറയാം. ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ദിവസമാണ്, സഹാബത്ത് ദിവസമാണ്. അന്ന് ഒന്നും തൊട്ടു പോകരുത്. കടയൊക്കെ അടച്ചിടണം, ബിസിനസ് കൂട്ടിയിടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കച്ചവട സമ്പത്ത് ഇരട്ടിയാക്കി കർത്താവ് തരും. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു കച്ചവടം ഉണ്ട് ഇവിടെ. അത് ഞാൻ മകനോട് വന്ന് പറഞ്ഞു, നമുക്കത് ഞായറാഴ്ച തുറക്കണ്ട. അപ്പൊ അങ്ങനെ തുറക്കാണ്ടിരുന്നപ്പോ അവന് മനസ്സിലൊരു പ്രയാസം തോന്നി. എന്തെങ്കിലും റോളിങ്ങിന് കാശ് കിട്ടുന്നതാ. പക്ഷെ ഈ സ്ഥലം ഞങ്ങൾക്ക് സെന്റിന് 50,000 വെച്ച് തരില്ല എന്ന് പറഞ്ഞ ഉടമസ്ഥൻ എന്നെ ഫോണിൽ കൂടെ വിളിച്ച്, അമ്മച്ചി ബേബേച്ചി ആ സ്ഥലം വാങ്ങിച്ചോ, എനിക്ക് ഇത്തിരി സാമ്പത്തികമായിട്ട് മോശമാണ്, അതിൻ്റെ പേരിൽ എനിക്ക് സെന്റിന് 50,000 രൂപ തന്നാൽ മതി എന്നും പറഞ്ഞ് ആ സ്ഥലം എന്നെ വിളിച്ച് തീർന്നു തരികയും ആ സ്ഥലം എൻ്റെ സ്ഥലത്തിനോട് ചേർന്ന എനിക്ക് 2.5 ലക്ഷം വില കിട്ടുകയും അപ്പോ എനിക്ക് 10-15 കൊല്ലം എത്ര കൊല്ലം കൂടി കച്ചവടം ചെയ്യണം, ഞായറാഴ്ചത്തെ ലാഭം ഒരു കച്ചവടത്തിന് ദൈവവചനം വിശ്വസിച്ച് വിശ്വാസികൾ അതിന്റെ അനുഭവം കാണുകയാണ്. ഞായറാഴ്ച കട പൂട്ടിയിടുക, ഷോപ്പ് അടച്ചിടുക, അതിന് നഷ്ടമുള്ള സാരമില്ല മോനെ, നമുക്ക് കർത്താവ് തരും, നമുക്ക് തരാനുള്ളത് വഴി മുടങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശം മോനോട് കൊടുത്ത് ആ മോൻ നല്ല ദൈവകൃപയുള്ള കുട്ടി അമ്മ പറഞ്ഞപ്പോ അതേമാതിരി കേട്ട്. അതുകൊണ്ട് എന്തായി? നല്ല ഉയർച്ചയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞായറാഴ്ച ആചരണം, സാബത്ത് ആചരണം, ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി, വലിയ സമൃദ്ധി, വലിയ സന്തോഷം, ഇതെല്ലാം കുടുംബത്തിൽ ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ചെറിയ വഴിയാണത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എങ്ങനെ ഞായറാഴ്ച ആചരിക്കണം? ഇതിനെക്കുറിച്ച് നമ്മുടെ പൂർവികർ തിരുസഭയിലൂടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെ നമുക്ക് ലഭിക്കുന്ന ഒരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഈ പുസ്തകത്തിൽ 2177 ഖണ്ഡികയിലും 2178 ഖണ്ഡികയിലും ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദിവസത്തിൻ്റെയും കർത്താവിൻ്റെ കുർബാനയുടെയും ആഘോഷം സഭാ ജീവിതത്തിൻ്റെ ഹൃദയത്തിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സഭ ഉണ്ടായ കാലഘട്ടം മുതൽ സഭയിൽ 2 പ്രധാന സംഗതികൾ വിശ്വാസികളുടെ ഇടയിലുണ്ടായിരുന്നു. അതിലൊന്ന് കുർബാനയുടെ ആഘോഷം, 2 കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആഘോഷം. ഇന്ന് പലർക്കും കുർബാന കഴിഞ്ഞ് കടത്ത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഒരു ജോലിക്ക് പോവുക, കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് അവർ ഗവനിക്കുന്നില്ല. ഞായറാഴ്ച കുർബാന കൂടി പോവുക, അത്രേ ഉള്ളൂ. അതല്ല ഞായറാഴ്ച ആചരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞായറാഴ്ച ആചരണം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തെ കുർബാന എന്ന് മാത്രം ചിന്തിക്കരുത്. അതിലൊരുപാട് ഘടകങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ദിവസത്തെ നാം വിശുദ്ധമായി ആചരിക്കണം. അതുപോലെ കുർബാന നാം ആഘോഷിക്കണം. ഇത് രണ്ടും ഞായറാഴ്ചകളിലാണ് സഭാസമൂഹം കേന്ദ്രീകരിച്ച് ചെയ്തുകൊണ്ടിരുന്നത്.
അതുകൊണ്ട് 2178 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ്, ക്രൈസ്തവ സമ്മേളനത്തിൻ്റെ ഈ പതിവ് അപ്പസ്തോലിക കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം 25-ാം വാക്യത്തിൽ ശ്ലീഹ ഉത്ബോധിപ്പിക്കുകയാണ്, ചിലർ സാധാരണ ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്, മറിച്ച് ആ ദിനം അടുത്ത് വരുന്നത് കാണുമ്പോൾ തമ്മിൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് ആ ദിനത്തിലേക്ക് ഒരുമിച്ച് കൂട്ടണം. അപ്പോൾ ഞായറാഴ്ച ആചരണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ആ ഞായറാഴ്ച ദിവസം അടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും മക്കളെല്ലാം ഒരുക്കണം. നമ്മുടെ സമൂഹത്തിൽ പള്ളി പോകാത്തവരുണ്ടെങ്കിൽ അവരെ കണ്ട് പള്ളി പോകാൻ പറഞ്ഞ് ഞായറാഴ്ച സഭായോഗങ്ങൾക്ക് പോകാൻ സമൂഹത്തെ മുഴുവൻ ഒരുക്കി എല്ലാവരും കൂടെ കൂടി സഭായോഗത്തിന് ഞായറാഴ്ച പോകണം. പ്രൈസ് ദി ലോർഡ്. പള്ളിയിലെ ശുശ്രൂഷകൾക്ക്, ദേവാലയ കർമ്മങ്ങൾക്ക് ഞായറാഴ്ച നാം പോകണം. ഇനി പള്ളിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് 2178 ഖണ്ഡികയിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഒരു വിശ്വാസിക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പാരമ്പര്യം നിത്യപ്രസക്തിയുള്ള ഒരു ഉത്ബോധനം കാത്തു സൂക്ഷിക്കുന്നു. നേരത്തെ ദേവാലയത്തിലേക്ക് വരിക ഞായറാഴ്ച ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലേദിവസം തന്നെ ഫോണൊക്കെ വിളിച്ച് എല്ലാവരും ഒരുക്കണം, ഉണർത്തണം. അതിനുശേഷം ഞായറാഴ്ച സഭാസമ്മേളന ദിവസത്തിൽ നേരത്തെ ഉണരണം, നന്നായിട്ട് കുളിക്കണം, എന്നിട്ട് വിശുദ്ധ വസ്ത്രങ്ങൾ അണിയണം. എങ്ങനെയെങ്കിലും പേക്കോന്ന് പിടിച്ച് വലിച്ചു വാരി ഉടുത്ത് അങ്ങോട്ട് ഓടിച്ചെന്ന് എന്തെങ്കിലും ചെയ്തിങ്ങോട്ട് ഓടി ഇറങ്ങിപ്പോരുന്ന ആ രീതി അല്ല മക്കളെ ഞായറാഴ്ച ആചരണത്തിന് സഭയ്ക്കുള്ളത്. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കുള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലത് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോഴാണ് ഇടേണ്ടത്. കല്യാണത്തിന് പോകുമ്പോഴോ, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫംഗ്ഷന് പോകുമ്പോഴോ അല്ല ഏറ്റവും ബെസ്റ്റ് അണിയേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ സമൂഹങ്ങളിൽ സൺഡേ ബെസ്റ്റ് എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ട്, സൺഡേ ബെസ്റ്റ് ഉള്ള വസ്ത്രങ്ങൾ ഏറ്റവും ബെസ്റ്റ് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ളത്, അതാണ് സൺഡേ ബെസ്റ്റ്. അപ്പോൾ സൺഡേ ബെസ്റ്റ് എടുത്ത് അണിയണം, ഏറ്റവും നല്ല വസ്ത്രം അണിഞ്ഞ്. അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, മക്കളുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി തേച്ച്, ജീവിത പങ്കാളിയുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി തേച്ച് അന്ന് പള്ളിയിൽ പോകുമ്പോൾ നല്ല വിധത്തിൽ പോകാൻ കുടുംബാംഗങ്ങളെ ഒരുക്കണം. അത് ഇച്ചിരി കഷ്ടപ്പെട്ടാലും ശരി നന്നായിട്ട് അലക്കി തേച്ച് അങ്ങോട്ട് കൊടുക്കണം. പ്രൈസ് മക്കളും ജീവിത പങ്കാളി എല്ലാവരും നന്നായിട്ട് അങ്ങോട്ട് പള്ളിയിൽ പോട്ടെ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് കുളിച്ച് നന്നായിട്ട് ഒരുങ്ങി ദേവാലയത്തിലേക്ക് ശരീരശുദ്ധി വരുത്തി നമ്മൾ നേരത്തെ അങ്ങോട്ട് ചെല്ലണം. ഞാൻ ഓർക്കുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു 1 മണിക്കൂർ എൻ്റെ വീട്ടിൽ നിന്ന് നടന്നാലാണ് നാട്ടുമ്പുറങ്ങളിലൂടെ പാടത്തും പുഴയിലൊക്കെ ഇറങ്ങി കയറിയൊക്കെ 1 മണിക്കൂർ നടന്നാലാണ് എനിക്ക് എൻ്റെ ദേവാലയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക എൻ്റെ ചെറുപ്പത്തിൽ. ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ കാലൊക്കെ വലുതായപ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നടന്നാൽ മതിയാവും. എന്നാൽ ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ 1 മണിക്കൂറിലധികം എനിക്ക് നടക്കണം. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ 4, 3, 2 പഠിക്കുന്ന സമയത്ത് ഞാൻ മുടങ്ങാതെ ഞാൻ ഞായറാഴ്ച പോകും. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? ഞാനൊക്കെ എത്തുന്നതിന് മുമ്പ്, വളരെ മുമ്പ് തന്നെ പ്രായമുള്ള നിരവധി കാർന്നോന്മാർ ആ ഗ്രാമത്തിൻ്റെ അനേക മലമ്പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട് വന്ന് ദേവാലയത്തിൽ വന്ന് അവർ എന്തൊക്കെയോ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാനും അവിടെ കയറിയിരിക്കും, പക്ഷെ ഇവരെന്തൊക്കെയോ ചൊല്ലുന്നൊക്കെയുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായത് ഞായറാഴ്ച നേരത്തെ വന്ന് ജപങ്ങളും പ്രാർത്ഥനകളും ചൊല്ലുന്ന രീതി നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. അതാണ് പറയണത്, ദേവാലയം നേരത്തെ വരിക, കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക, പ്രാർത്ഥനകൾ വഴി പ്രായശ്ചിത്തം ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രാർത്ഥനകൾ ആദ്യം ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒന്ന് പൂർത്തിയാക്കണം. ഓരോ ഞായറാഴ്ചയും ഒരുപാട് പ്രാർത്ഥനകൾ ദേവാലയത്തിൽ ചെന്ന് അർപ്പിക്കണം. അതിനുശേഷം നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കുക. അതിന് സമയം വേണം. അനുതാപത്തോടുകൂടെ കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്ന് കുർബാനയ്ക്ക് മുമ്പ് കുമ്പസാരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ നന്നായിട്ട് കുമ്പസാരിക്കുന്നു.
വീണ്ടും തിരിച്ചു വന്ന് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പ്രായശ്ചിത്തങ്ങളൊക്കെ പൂർത്തിയാക്കുക. പാടുണ്ടെങ്കിൽ ദേശത്തിന് വേണ്ടി ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ദേശത്തിന് വേണ്ടി ചില പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ദൈവസന്നിധി പ്രിയങ്കരമായ സംഗതി തന്നെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അച്ഛൻ ഒരു കാലത്ത് തൃശ്ശൂർ ദേശത്ത് ശുശ്രൂഷയ്ക്കിരുന്നു. അവിടെ പ്രസിദ്ധമായ ഒരു ദേവാലയത്തിലെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് എൻ്റെ സ്വന്തം പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ പ്രഭാതത്തിലെ ബലിക്ക് വരുന്നതിന് ശ്രദ്ധയപ്പെട്ടു. ജനങ്ങൾ പള്ളിയിൽ വന്ന് അവർ ചെയ്യുന്നത് ആദ്യം സിമിത്തേരിയിൽ പോയി സിമിത്തേരി സന്ദർശിച്ച് അവർ കുറേ നേരം അങ്ങോട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് പിന്നെ പള്ളി വന്ന് വിശുദ്ധ ബലി അർപ്പണത്തിന് വേണ്ടി അവർ ഒരുങ്ങുന്ന ഒരു കാഴ്ച. നേരത്തെ തന്നെ പള്ളി വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇത്തിരി പക്വതയും പ്രായമുള്ള ഒരു 40-50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ, അവർ വന്ന് നേരത്തെ വന്ന് സിമിത്തേരി സന്ദർശിച്ച് അവിടെ പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു നല്ല റിച്ചായ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ആളുകളെ എനിക്ക് ആ ദേവാലയത്തിൽ കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പല വിധത്തിൽ സിമിത്തേരി സന്ദർശിച്ചും ദേവാലയത്തിൽ പരിഹാരാരുവി പ്രാർത്ഥിച്ചും ദേശത്തിനും പൂർവികർക്കും ജനതകൾക്കും വംശങ്ങൾക്കും ഗോത്രങ്ങൾക്കും വേണ്ടി ദൈവ സന്നിധിയിൽ വളരെ കൂടുതൽ പ്രാർത്ഥനകൾ ദൈവജനം സമർപ്പിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും അടുത്തത്, വിശുദ്ധവും ദൈവികവുമായ ആരാധനയിൽ സന്നിഹിതനാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾക്ക് ചെയ്തതിന് ശേഷം ആ ദേവാലയത്തിലെ പുസ്തകമൊക്കെ എടുത്ത് നന്നായി കുർബാനയിൽ അങ്ങോട്ട് പങ്കുചേരണം. അറിയാവുന്ന പാടിയും പ്രാർത്ഥിച്ചും നന്നായിട്ട് അങ്ങോട്ട് ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിക്കണം. ബലിയർപ്പണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാടി പോകരുത്. അടുത്ത വാക്യം സഭ പ്രബോധിപ്പിക്കുകയാണ്, നിന്റെ പ്രാർത്ഥന നീ പൂർത്തിയാക്കുക, സമൂഹത്തെ പിരിച്ചുവിടുന്നത് വരെ നീ പുറത്തു പോകാതിരിക്കുക. ഇന്ന് പല സ്ഥലത്തും കാണുന്ന ഒരു അപഭ്രംശം, പാളിച്ച. കുർബാന തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കയറി വരിക. കുർബാനയ്ക്ക് നേരത്തെ വരണമെന്ന് ശുഷ്കാന്തിയില്ല, ഒരു നിഷ്കർഷയില്ല. എപ്പോഴെങ്കിലൊക്കെ വരുന്നു. അതിനുശേഷം കുർബാന തീരുന്നതിന് മുമ്പ് കുറേ പേര് ഇറങ്ങിപ്പോവുക. കുർബാന സ്വീകരണ സമയമാകുമ്പോൾ കുറേ പേര് ഇറങ്ങിപ്പോവുക. ഒരു നിഷ്ഠയും ശുഷ്കാന്തി ഇല്ലാത്തൊരു ജനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട്, അവനവന് തോന്നിയത് അവനവന് പ്രമാണം എന്ന വിധത്തിൽ ജീവിക്കുന്ന നിരവധി വിശ്വാസികൾ നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. ഇത് കർത്താവ് അംഗീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനവൻ തന്നെ അവനവൻ്റെ ജീവിതത്തിന് ഒരു നിഷ്ഠ, ഒരു ഡിസിപ്ലിൻ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും അങ്ങനെ ഈ കുർബാന തീർന്നു കഴിഞ്ഞ് അച്ഛൻ ആശീർവാദമൊക്കെ തന്ന് അച്ഛൻ്റെ സങ്കീർത്തിയിലേക്ക് വിശുദ്ധ വസ്ത്രങ്ങൾ മാറാൻ വേണ്ടി പോകുമ്പോൾ ജനം എടുത്തു ചാടി പോകരുത്. അവിടെ പള്ളിയിൽ ഇരുന്ന് 2 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക, നന്ദി പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. എങ്ങോട്ടാ ഈ തിരക്ക്, എങ്ങോട്ടാ ഈ ഓട്ടം? കുറച്ച് നേരം അവിടെ പള്ളിയിരിക്കുന്നത് നല്ലതാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, LP ക്ലാസ്സിൽ UP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് 4 മണിക്ക് ആ മണി അങ്ങോട്ട് അടിച്ചാൽ കുട്ടികൾ ചാടി ഓടുന്ന, ഈ മാളത്തിൽ നിന്ന് എലി പുറത്ത് ചാടി ഓടുന്ന മാതിരി ചാടിയുള്ള ഓട്ടം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് അതേ മാതിരിയാണ് പല പള്ളികളിലും. ആ അച്ഛൻ ആ ആശീർവാദങ്ങൾ കഴിഞ്ഞ ഉടനെ പിന്നെ പരക്കം പാഞ്ഞ ഓട്ടം ആരംഭിക്കുകയാണ്. അത് വേണ്ട മക്കളെ, അതല്ല ശരിക്കും നല്ല രീതി. നമ്മൾ കുറച്ച് നേരം കൂടെ 2 മിനിറ്റ് കൂടെ പള്ളിയിലിരിക്കുക. ഏതായാലും അത്രയും 2 മിനിറ്റ് കൂടെ അവിടെ കൂടെ ഇരിക്കുക. എന്നിട്ട് ഈശോയ്ക്ക് കുറേ അങ്ങോട്ട് നന്ദി പറയണം. കൃതജ്ഞതാ പ്രകാശനം, നന്ദി പറച്ചിൽ, പിന്നെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതെല്ലാം അവിടെ 2 മിനിറ്റും കൂടെ ഇരുന്ന് അങ്ങോട്ട് ചെയ്യുക. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അങ്ങനെ നിന്റെ പ്രാർത്ഥനകൾ നീ പൂർത്തിയാക്കണം. അങ്ങനെ പൂർത്തിയാക്കിയതിന് ശേഷം നീ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തിരിയുക. അപ്പോൾ ഞായറാഴ്ച ദേവാലയ കർമ്മങ്ങളോട് ബന്ധപ്പെട്ട് ഈ ഒരു രീതി ദൈവത്തിൻ്റെ സഭ തൻ്റെ മക്കൾക്ക് നൽകുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഇതിന് ചില ആളുകൾ അവരൊരു തടസ്സം പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ഒരു ദിവസം ഒരു ഇടവക ദേവാലയത്തിൽ ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടെയുള്ള ആ ചില ആളുകൾ എന്നോട് പറയുകയാണ്, അതെ അങ്ങനെ പള്ളി വരണത് നിർബന്ധം, ഞങ്ങൾ വീട്ടിൽ ഇരുന്നാലും പോരെ, ആ ദൈവം തന്നെ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആ ഇടവകയിലെ ചില കുടുംബനാഥന്മാർ ദേവാലയത്തിലേക്ക് പോകുന്നില്ല ബലിയർപ്പിക്കാൻ. ആ മക്കൾ, അവരുടെ മക്കളും ഭാര്യമാരും വരുന്നുണ്ട്, എന്നാൽ കുടുംബനാഥന്മാർ ദേവാലയത്തിലേക്ക് പോകുന്നില്ല. അവരുടെ റീസൺ എങ്ങനെയാണ്? ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട്, ദൈവം വീട്ടിലുണ്ട്, ഞാൻ പള്ളി പോകണമെന്ന് നിർബന്ധം, ഞാനിവിടെ ഇരുന്ന് ആർച്ച്, നിങ്ങൾ വേണമെങ്കിൽ പള്ളി പോകും, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. എന്നാൽ അതല്ല മക്കളെ, ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സഭയും നമുക്ക് നൽകുന്ന നിർദ്ദേശം.
കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വിശുദ്ധ ക്രിസോസ്റ്റം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഈ കാര്യത്തെക്കുറിച്ച് ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. 2179 ഖണ്ഡികയിൽ നമുക്കത് കാണാൻ സാധിക്കും. നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, എന്നാൽ അത് വലിയ ജനസമൂഹമുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. അവിടെ ഏക മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് ആർപ്പുവിളികൾ ഉയരുന്നു. അവിടെ മറ്റു ചിലത് കൂടിയുണ്ട്. മനസ്സുകളുടെ ഐക്യവും ചേർച്ചയും സ്നേഹത്തിൻ്റെ ബന്ധവും, എല്ലാറ്റിലുപരി വൈദികരുടെ പ്രാർത്ഥനകൾ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല ദേവാലയത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നത്. അത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വീട്ടിലിരുന്ന് 10,000 തവണ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ദേവാലയത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ സഭയിൽ സമൂഹത്തോടൊന്നിച്ച് ഉറക്ക ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവിടെ ഒരു ക്ഷണം കൊണ്ട് അത് സംഭവിക്കാൻ ദൈവം ഇടപെടും. അതുപോലെ ശക്തിയുള്ളതാണ് സമൂഹത്തോട് ചേർന്നുള്ള പ്രാർത്ഥനകളും ദൈവാരാധനകളും. അതുകൊണ്ട് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ദൈവത്തിൻ്റെ മക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്, നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, എന്നാൽ അത് വലിയ ജനസമൂഹമുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വീട്ടിലിരിക്കുന്നവർ ഇനി പുറപ്പെട്ട് ദേവാലയത്തിലേക്ക് പോയി ആ പ്രാർത്ഥനകളിൽ പങ്കുചേരണം. സമൂഹത്തോടു കൂടെ ദൈവത്തെ ആരാധിക്കണം. അത് വ്യത്യാസപ്പെട്ട ഒരു പ്രാർത്ഥന തന്നെ, അത് ശക്തിയുള്ള ഒരു രീതി തന്നെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് ബലിയർപ്പിക്കുമ്പോൾ അവിടെ ഒരുമിച്ചുള്ള ദൈവത്തിൻ്റെ ആരാധനയുണ്ട്, ദൈവസ്തുതിപ്പുണ്ട്, ദൈവത്തിനുള്ള സ്തുതിസ്തോത്രങ്ങളുണ്ട്. അതുകൂടാതെ സമൂഹത്തിൻ്റെ ആർപ്പുവിളികളുണ്ട്. എല്ലാറ്റിലുപരി അവിടെ വൈദികരുടെ പ്രാർത്ഥനകളുണ്ട്. ഇനി വീണ്ടും വൈദികരുടെ പ്രാർത്ഥനയോടെ ഒപ്പം തന്നെ അതിനെല്ലാം അർത്ഥവും രൂപവും നൽകുന്ന മറ്റൊരു കാര്യം, അതിൻ്റെ അധ്യക്ഷനായി യേശുവാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സെമിനാരിൻ്റെ അനുഭവം. സെമിനാരിയിൽ നിന്ന് അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു താമസിത ധ്യാനത്തിൽ കൂടുകയാണ്. താമസിത ധ്യാനത്തിൽ കൂടുമ്പോൾ എന്ത് ചെയ്താൽ കുർബാനയിൽ അദ്ദേഹം മനസ്സ് കേന്ദ്രീകരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അതിൽ വിശ്വാസമില്ല. അദ്ദേഹം അത് വ്യക്തമായി നേരിട്ട് പറഞ്ഞു, എനിക്ക് ഈ കുർബാനയിൽ വിശ്വാസമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനം ലീഡ് ചെയ്യുന്ന അച്ഛൻ വളരെ കഷ്ടപ്പെട്ടു, നല്ല പ്രബോധനം കൊടുത്തു, അതൊക്കെ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധ കൂദാശകളിൽ അദ്ദേഹം മനസ്സ് വെക്കുന്നില്ല. അച്ഛൻ ചോദിച്ചു, മകനെ എന്താ അതിൻ്റെ പ്രശ്നം? അവൻ പറഞ്ഞു, എനിക്ക് കുർബാനയിൽ വിശ്വാസമില്ല. ആ അച്ഛൻ എത്ര പരിശ്രമിച്ചിട്ടും അവനത് അവൻ സെമിനാരിയിൽ കുറേ കാലം പഠിച്ചിട്ട് പോകുന്നൊരു വ്യക്തിയായതുകൊണ്ട് ഹൃദയം കല്ലിച്ചു പോയതിനാൽ അവന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ, ബുധനാഴ്ച ദിവസം, അന്ന് വിശുദ്ധ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുർബാനയിൽ ഉടനീളം ഈ ദൈവ പൈതൽ വാവിട്ട് പൊട്ടിക്കരയുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുർബാന കഴിഞ്ഞ് അച്ഛൻ ചോദിച്ച്, പൈതലെ എന്താ സംഭവിച്ചത്? അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, അച്ഛാ, കുർബാന തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം പിളർക്കുമാറൊരു ദൃശ്യം ഞാൻ കണ്ടു. അച്ഛൻ ചോദിച്ചു, എന്താണത്? ആ വ്യക്തി പറഞ്ഞു, അച്ഛൻ്റെ ഈ കഴുത്തിൻ്റെ മുകളിലേക്ക് മുഴുവനും ഈശോയുടെ മുഖവും ഈശോയുടെ രൂപവും, ബാക്കി കാപ്പയും തിരുവസ്ത്രങ്ങൾ ബാക്കി താഴ്ത്തിക്ക്. അച്ഛൻ്റെ അവിടെ ഈ അച്ഛൻ്റെ മുഖമോ അച്ഛൻ്റെ ഇതൊന്നല്ല, ഈശോയുടെ ആ മുൾക്കിരീടം അണിഞ്ഞ, ഈശോയുടെ ആ ചോര പൊടിഞ്ഞ് ചോര ചിന്തിയ ആ ഒരു തിരുമുഖമാണ് ഈ കാപ്പയ്ക്ക് മുകളിലേക്ക് ഞാൻ കണ്ടത് അച്ഛാന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും കരയുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹം വളരെ ആഴത്തിലുള്ള വിശ്വാസത്തിലേക്ക് ആ കഠിന ഹൃദയനായ മനുഷ്യൻ കടന്നു വന്നു. ഈ കാര്യം ആ ധ്യാനിപ്പിക്കുന്ന അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അവഗാഢം ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ യുവജന മതബോധന ഗ്രന്ഥം എന്ന ഈ പുസ്തകത്തിലെ 215 ഖണ്ഡിക എൻ്റെ സഹായത്തിനെത്തി. അവിടെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്, കുർബാന ആഘോഷം ആരാണ് നയിക്കുന്നത്? ഓരോ കുർബാന ആഘോഷത്തിലും യഥാർത്ഥത്തിൽ
ക്രിസ്തു തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. മെത്രാനോ വൈദികനോ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരല്ല, ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത്. കാർമികൻ അൾത്താരയുടെ അടുത്ത് ക്രിസ്തുവിന് പകരമുള്ള വ്യക്തിയായി, ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി നിൽക്കുന്നു. ഇതാണ് സഭ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇതാണ്: പുരോഹിതർ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നോ ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ചോ പ്രവർത്തിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ ക്രിസ്തു തന്നെയായി മാറുന്ന സ്ഥലമാണത്. എന്ന് പറഞ്ഞാൽ അവിടെ കുർബാനയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആ കാർമികൻ്റെ സ്ഥാനത്ത് ഒരു മെത്രാനോ ഒരു വൈദികനോ ആണ് പ്രത്യക്ഷത്തിൽ കാണുന്നതെങ്കിലും സഹോദരങ്ങളെ, സഭയുടെ ഹൃദയത്തിൽ സഭ 2000 വർഷമായി താലോലിക്കുന്ന അടിസ്ഥാന വിശ്വാസം അത് വൈദികനോ മെത്രാനോ അല്ല, ക്രിസ്തു തന്നെയാണ് ആ ബലിയർപ്പണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരവസ്ഥ ചിന്തിച്ചു, യേശുവിനോട് കൂടെ കുറച്ച് മണിക്കൂറുകൾ നിന്ന് ദൈവത്തെ ആരാധിക്കുക, പിതാവായ ദൈവത്തെ ആരാധിക്കുക, യേശു കൂടെ നിൽക്കുക. ആ ഒരു വലിയ അനുഭവം സഭ സമ്മേളിക്കുന്ന സമയത്ത് വിശ്വാസികൾക്ക് യേശു തൻ്റെ കരുണയാൽ ചെയ്തു കൊടുക്കുകയാണ്. ഒരുമിച്ച് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞായറാഴ്ച ചെയ്യുന്ന ആ ഒരു പ്രധാന മേഖലയാണ് ഞായറാഴ്ചയിലെ കുർബാന ആഘോഷം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത് കണ്ടത്. വീണ്ടും 2177 ഖണ്ഡികയിൽ 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്ന്, വിശുദ്ധ ദിവസത്തിലെ കുർബാന ആഘോഷം. രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആഘോഷം. എന്താ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ? ആ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസമാണ്. കർത്താവിൻ്റെ ദിവസം എന്ന നിലയ്ക്ക് ആ ഞായറാഴ്ച ദിവസത്തിന് മറ്റ് ദിവസത്തേക്കാൾ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 58 അധ്യായം 13ഉം 14ഉം തിരുലിഖിതങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. എങ്ങനെ ഈ വിശുദ്ധ ദിവസം ആഘോഷിക്കണം? യെശയ്യാ 58 അധ്യായം 13ഉം 14ഉം തിരുലിഖിതങ്ങൾ: സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞാനൊരു ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി പോയി. ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ ഇത് അവിടെ കുറേ ചെറുപ്പക്കാർ, അവർ കുർബാന പകുതിയായപ്പോൾ കോടിക്കടിച്ച് വന്നതാണ്. അവരിത് കഴിഞ്ഞ് എല്ലാം ചട്ടവട്ടങ്ങൾ കൂട്ടി പോകുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകണത്? അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്നത് ബ്ലസ് യു ഫാദർ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ബ്ലസ് ചെയ്യണത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് നെല്ലിയാമ്പതിക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു, ഈ കർത്താവിൻ്റെ ദിവസത്തിൽ നെല്ലിയാമ്പതിക്ക് പോകാനുള്ള ദിവസമാണോ എന്ന് ചോദിച്ചു. ഇത് എൻജോയ് ചെയ്യാനുള്ള ദിവസം ഫാദർ. അവർ ഇന്ന് നെല്ലിയാമ്പതിക്ക് കൂട്ടുകൂടി പോയി കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാൻ വേണ്ടി അവർ പോകുകയാണ്. ഇതാണോ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആഘോഷം? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് പലരും കർത്താവിൻ്റെ ദിവസം ആഘോഷിക്കുന്നത് എങ്ങനെയാ? വീക്കെൻഡ് എന്ന് പറയും. 5-6 ദിവസം എന്നാൽ പണിയെടുത്തിട്ട് ശനി ഞായറും വന്നാണ് മൂക്കറ്റ അങ്ങോട്ട് മദ്യപിക്കുക. കുറേ പേര് പിക്നിക്കിന് പോകുക, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, സിനിമയ്ക്ക് പോവുക. എന്താ ദൈവത്തിൻ്റെ വചനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? യെശയ്യായുടെ പുസ്തകം 58 അധ്യായം 13 വാക്യം: സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയണം. നിനക്ക് നിൻ്റെതായ പല ഇഷ്ടങ്ങളുണ്ട്. പിക്നിക്കിന് പോകണം, ജോലി അടിക്കാൻ പോകണം, വിനോദത്തിന് പോകണം, അതിന് പോകണം, ഇതിന് പോകണം. പല പ്രാർത്ഥനകളും പല പ്ലാനുകളും പല രീതികളും പല ഇഷ്ടങ്ങളും നിനക്കുണ്ട്. ദൈവം വിശുദ്ധ കൽപ്പനയാൽ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിയണം. അടുത്ത വാക്യം:
വചനം പഠിപ്പിക്കുകയാണ്, സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴികളിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും നീ അതിനെ ആദരിക്കും. എങ്ങനെ കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കാം, എങ്ങനെ അതിനെ ആദരപൂർവം അതിനെ സമീപിക്കാം? വചനം പഠിപ്പിക്കുകയാണ്, നീ നിന്റെ സ്വന്തം വഴികളിലൂടെ അത് നടക്കരുത്. എന്താ സ്വന്തം എന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞായറാഴ്ച ദിവസത്തെ ആചരണം ചിന്തിച്ച് നോക്കിയേ. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ജോലിക്കാർ ജോലിക്ക് പോകും, ടീച്ചർമാർ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകും, കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കും. ബാക്കി ഞായറാഴ്ച ദിവസമാണ് അവനവന് ചെയ്യാനുള്ള എല്ലാ ജോലിയും ചെയ്തു തീർക്കാനുള്ള ദിവസം. വീട് വൈറ്റുവാഷിയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഞായറാഴ്ച അവനവന് വേണ്ടി ചെയ്യാനുള്ള പണി മുഴുവനും ഞായറാഴ്ച ചെയ്തു തീർക്കുന്ന ഒരു രീതി നമ്മുടെ കുടുംബത്തിലുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴികളിലൂടെ നടക്കാതെ നീ അതിനെ ആദരിക്കണം. നിനക്ക് നിൻ്റേതായ ഒരുപാട് പരിപാടികൾ തീർക്കാനുള്ള ഞായറാഴ്ച തീർക്കാമെന്ന് വിചാരിക്കരുത്. ഹോംവർക്കെല്ലാം എഴുതി തീർക്കണം, ഞായറാഴ്ച ദിവസം എഴുതി തീർക്കാമെന്ന് വിചാരിക്കരുത്. ഞായറാഴ്ച വിശുദ്ധമായി നീ ആചരിക്കണം. നിന്റെ സ്വന്തം വഴികളിലൂടെ നീ നടക്കരുത്. നിന്റെ താല്പര്യങ്ങൾ നീ അന്വേഷിക്കരുത്. നിനക്ക് നിൻ്റെതായ താല്പര്യമുണ്ട്. കല്യാണം ആലോചന, വിവാഹാലോചന ഞായറാഴ്ച നടത്താം, പെണ്ണ് കാണാൻ പോക്ക് ഞായറാഴ്ച ചെയ്യാം. നീ ചെയ്യരുത്. ഒരു ആൾ എന്നോട് പറഞ്ഞു, എങ്ങനെയാണ് കോയമ്പത്തൂർ വെച്ചിട്ട്, ഞായറാഴ്ചയാണ് ഞാൻ ക്ലബിൽ പോകുന്ന ദിവസം. റോട്ടറി ക്ലബ്ബ്, പല ക്ലബ്ബുകളുണ്ട്. അങ്ങനെ ക്ലബ്ബിൽ പോയി ഒരുപാട് സോറ പറഞ്ഞ് ഒന്നും വേണ്ട. നാട്ടുപുറത്തെ സ്ഥിതി എന്താ? വൈകുന്നേരം ആകുമ്പോഴത്തേന് കടയ്ക്കിറങ്ങി ജംഗ്ഷനിലേക്ക് ഇറങ്ങി കലുങ്കലിരുന്ന് ചുമ്മാ ഫ്രണ്ട്സിനെ കണ്ട് കുറേ വർത്താനം പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ പേര് സീരിയൽ കണ്ട് അങ്ങനെ ഇരിക്കുക. ഇതാണ് ഞായറാഴ്ച ആചരണം. എന്താ വചനം പഠിപ്പിക്കുന്നത്? നീ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും നീ അതിനെ ആദരിക്കണം. നീ വിപരീതമായി മറിച്ചാണ് നടക്കണമെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ്, നീ സാബത്തിനെ ചവിട്ടി മെതിക്കുന്ന ഒരു വ്യക്തിയാണ്. നീ കർത്താവിൻ്റെ വിശുദ്ധ ദിവസം ചവിട്ടി മെതിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ സാബത്ത് ദിവസത്തെ മാന്യമായി ആചരിച്ചാൽ, അതിനെ ആദരപൂർവ്വം സമീപിച്ചാൽ, അതിനെ ബഹുമാന്യമായി കണക്കാക്കിയാൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, യെശയ്യാ പ്രവചനത്തിൽ 58-ാം അധ്യായം അതിൽ 14-ാം തിരുലിഖിതം, അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. Praise the Lord. Praise the Lord. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒന്ന് പൊളിച്ചെഴുതണം. നമ്മുടെ രീതികളൊന്ന് മാറ്റണം. ഒരുപക്ഷെ ചെറുപ്പം തൊട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മൾ വന്ന വഴിയിലൂടെ എങ്ങനെ നടന്നു പോന്നു പോരാ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതാ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. ദൈവം തൻ്റെ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ വചനം അയക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞായറാഴ്ച കടം എന്നൊരു സംഗതിയെക്കുറിച്ച് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. സഭയുടെ കൽപ്പന അനുസരിച്ച് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുചേരണം. കർത്താവിൻ്റെ കൽപ്പന സഭ നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ ഞായറാഴ്ച ഇതുപോലെ വിശുദ്ധമായി ആചരിക്കാം. വിശ്രമിച്ചും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ മുഴുകിയും വചനം പഠിച്ചും ദൈവത്തെ അന്വേഷിച്ചും ദൈവം ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും അങ്ങനെ ഒരു ദിവസം ചെലവഴിക്കാം എന്നും നമ്മൾ കരുതരുത്. കാരണം നമ്മൾ സമൂഹത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഇന്ന് പട്ടണങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്.
എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. വലിയ ബോർഡുകൾ അവിടെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഓപ്പൺ ഓൾ സൺഡേസ്. അങ്ങനെ ഒരു സ്ഥാപനം അവിടെ തുറന്നാൽ അതിൽ വർക്ക് ചെയ്യുന്ന വിശ്വാസികൾക്ക് ദൈവത്തെ ആരാധിക്കാൻ ഞായറാഴ്ച പള്ളിയിൽ പോകണ്ടേ? കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ മാന്യമായും ആദരവോടുകൂടിയും ചെലവഴിക്കണ്ടേ? ഇതിനെക്കുറിച്ച് സഭ നമുക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുന്നുണ്ട്. 2187 എണ്ണികയിൽ സഭ പഠിപ്പിക്കുന്നു, ഞായറാഴ്ചകളെയും തിരുനാളുകളെയും വിശുദ്ധീകരിക്കാൻ ഒരു പൊതു പരിശ്രമം ആവശ്യമാണ്. കർത്തൃദിനാചരണത്തെ തടയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ആവശ്യമില്ലാതെ ആവശ്യപ്പെടുക എന്നത് ഓരോ ക്രിസ്ത്യാനിയും ഉപേക്ഷിക്കേണ്ടതാണ്. ഒരു ഫാക്ടറി ഉടമ ഞായറാഴ്ച ഫാക്ടറി തുറന്നാൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റില്ലെന്ന് തിരിച്ചറിയണം. ഒരു തുണിക്കടയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സെൻ്ററിൻ്റെ ഉടമസ്ഥൻ ആ ബിസിനസ് ശാല അന്ന് തുറന്നാൽ ഞായറാഴ്ച അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റുകയില്ലെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി സഭ പറയുകയാണ്, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും പൗരന്മാർക്ക് വിശ്രമത്തിനും ആരാധനയ്ക്കും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു സമയം പൊതു അധികാരികൾ ഉറപ്പുവരുത്തണം. തൊഴിൽദായകർക്ക് അവരുടെ തൊഴിലാളികളോട് അതുപോലുള്ള ഒരു കടമയുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസം സാബത്ത് ആചരിക്കാൻ അവസരം ഉണ്ടാകണം. അങ്ങനെ സാബത്ത് ആചരിക്കാൻ അവർക്ക് വേദി ഒരുക്കി കൊടുക്കണം. ഇത് തൊഴിൽദായകരുടെ കടമയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു. ഒരു കാര്യം കുടുംബത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ, അത് ഒത്തുകല്യാണമാകട്ടെ, പരിപാടിയാകട്ടെ, സന്ദർശനമാകട്ടെ, വിരുന്നാകട്ടെ, എന്തോ ആകട്ടെ, നിങ്ങൾ വഴി ഒരുപാട് പേരുടെ സാപത്താചരണം മുടങ്ങുമെങ്കിൽ നിങ്ങൾ ആ പരിപാടി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ രീതിയായിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുക. വരേണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ബിസിനസ് ശാലയുമായിട്ട്, നിങ്ങളുടെ ഫാക്ടറിയുമായിട്ട്, നിങ്ങളുടെ എസ്റ്റേറ്റിലെ ജോലിയുമായിട്ട്, നിങ്ങളുടെ രീതിയുമായിട്ട് മുമ്പോട്ട് പോവുക എന്ന് വിചാരിക്കുക. എന്തായിരിക്കും പ്രത്യാഘാതം? എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന പരിണത ഫലം? യെരമ്യാ പ്രവചനത്തിൽ 17-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതം, എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് സാബത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാബത്തിൽ ചുമടുമായി ജെറുസലേമിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിൻ്റെ കവാടങ്ങളിൽ തീ കൊളുത്തും, അത് ജെറുസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും, ആരും അത് കെടുത്തുകയില്ല. ആർക്കും കെടുത്താൻ പറ്റാത്ത ഒരു അഗ്നി അവിടെ കത്തി പടരുന്ന ഒരു അന്തരീക്ഷം അധിക നാൾ കഴിയുന്നതിന് മുമ്പേ സംജാതമാകും. ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 25-ാം തിരുലിഖിതം, ചിലർ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. Praise the Lord. Praise the Lord. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് തിന്മയുടെ ആധിപത്യങ്ങളെ ബന്ധിക്കാൻ പോവുകയാണ്. നന്നായിട്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളെയും ഇവരുടെ പ്രവർത്തന മേഖലകളെയും നിത്യമായി നശിപ്പിക്കാൻ സാത്താൻ ഉയർത്തുന്ന എല്ലാ കെണികളും, ദുർചിന്തകളും, എല്ലാ ഭോഷ്കുചിന്തകളും, അന്ധകാരത്തിന്റെ എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും, ദുർഭാവനകളും യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, കൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, ഉണർവ് നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, ദൈവിക ബോധ്യങ്ങൾ നിറയട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. തുടർന്ന് ഒരു ആരാധന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്.
ചെയ്തവനേ ആരാധന ആരാധന വചനം തിരുമാംസമായി മാനവനേകിയോനേ ആരാധന ആരാധന ആദിയിലുള്ളവനേ ആയിരിക്കുന്നവനേ വീണ്ടും വരുവാനുള്ളവനാരാധന സ്വർഗീയ പൂജ്യമായ അവതാരം ചെയ്തവനേ ആരാധന ആരാധന വചനം തിരുമാംസമായി മാനവനേകിയോനേ ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന ആത്മാവിലെന്നും ആരാധന ദിവ്യകാരുണ്യമേ ആരാധന ആത്മാവിലെന്നും ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നേരത്തെ കേട്ട സന്ദേശത്തിന്റെ തുടർഭാഗം, ചില രാജ്യങ്ങളിൽ ഞായറാഴ്ച ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള അവസ്ഥയുണ്ട്. ഉദാഹരണം ഗൾഫ് രാജ്യങ്ങൾ. അങ്ങനെയുള്ള രാജ്യങ്ങളിലെ വിശ്വാസികളെ കുറിച്ച് എന്താണ് സഭ പറയുന്നത്? അവിടുത്തെ സഭാ അധികാരികൾ ഞായറാഴ്ച അവിടെ അസാധ്യമെങ്കിൽ അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടി നൽകിയ നിർദ്ദേശം അനുസരിച്ച് അവിടെ കർത്താവിൻ്റെ ആ ശുശ്രൂഷയിൽ പങ്കുചേരും. വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അവിടുത്തെ മേലധികാരികൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ശുശ്രൂഷ ദിവസം ഏതാണെന്ന് അന്വേഷിച്ച് ആ ദിവസം ശുശ്രൂഷയിൽ പങ്കുചേരുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2180 ഖണ്ഡികയിൽ വീണ്ടും പഠിപ്പിക്കുകയാണ്, ഞായറാഴ്ചകളിലും നിയമാനുസൃതമായ മറ്റു തിരുനാളുകളിലും വിശ്വാസികൾ കുർബാനയിൽ പങ്കുകൊള്ളാൻ കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ദിവസമോ തലേ ദിവസം വൈകുന്നേരമോ ഏതെങ്കിലും കത്തോലിക്ക ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നിടത്ത് പോയി അതിൽ പങ്കുചേരും. ചില രാജ്യങ്ങളിൽ ഞായറാഴ്ച അസാധ്യമായ രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തലേ ദിവസം വൈകുന്നേരത്തെ കുർബാന അവിടുത്തെ തിരുസഭാ അധികാരികൾ അനുവദിച്ച് തരികയാണെങ്കിൽ ഞായറാഴ്ചയ്ക്ക് പകരം ശനിയാഴ്ച വൈകുന്നേരം കുർബാന കണ്ടാൽ മതി എന്ന് നിങ്ങൾക്ക് അനുവദിച്ച് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ തിരുസഭാധികാരികളുടെ നിർദ്ദേശാനുസരണം നിങ്ങളുടെ കർത്തൃദിനാചരണം അങ്ങനെ ക്രമീകരിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം സഭ പഠിപ്പിക്കുന്നത് 2183 ഖണ്ഡികയിലാണ്, വിശുദ്ധ ശുശ്രൂഷകരുടെ അഭാവം മൂലമോ മറ്റെന്തെങ്കിലും ഗൗരവപൂർണമായ കാരണങ്ങളാലോ കുർബാന ആഘോഷത്തിൽ പങ്കുകൊള്ളാൻ അസാധ്യമാണെങ്കിൽ വചന ശുശ്രൂഷയിൽ വിശ്വാസികൾ പങ്കുകൊള്ളണമെന്ന് പ്രത്യേകമാം വിധം ശുപാർശ ചെയ്യുന്നു. രൂപതയുടെ മെത്രാൻ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ഇടവക പള്ളിയിലോ മറ്റേതെങ്കിലും വിശുദ്ധ സ്ഥലത്തോ ആണ് വചന ശുശ്രൂഷ നടത്തേണ്ടത്. അല്ലെങ്കിൽ വ്യക്തിപരമായോ കുടുംബാംഗങ്ങളോടൊത്തോ സന്ദർഭത്തിനൊത്ത് കുടുംബങ്ങളുടെ കൂട്ടങ്ങളോട് ചേർന്നോ വേണ്ടത്ര സമയത്തേക്ക് പ്രാർത്ഥനയിൽ മുഴുകണം. എന്ന് പറഞ്ഞാൽ ഒട്ടും കുർബാനയോ വൈദികരൊന്നും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്, ചില ദ്വീപ് രാഷ്ട്രങ്ങൾ. അങ്ങനെ ഒട്ടും സഭയുടെ സാന്നിധ്യമോ ശുശ്രൂഷ ഇല്ലാത്ത രാജ്യങ്ങളിലാണെങ്കിൽ പോലും കുടുംബങ്ങളായി ചേർന്ന് കുറേ നേരം പ്രാർത്ഥനയിലാണ് മുഴുകണം. കുറേ നേരം വചനം വായിച്ചങ്ങോട്ട് ഇരിക്കുക. ദൈവത്തിൻ്റെ ദിനത്തെ കർത്തൃദിനം അവനവന് പാടുള്ളതുപോലെ വിശുദ്ധമായി ആചരിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സമയം ഈശോയുടെ മുമ്പിൽ നമുക്ക് എളിമപ്പെടാം. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ തോന്നണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവേ കരുണ തോന്നണമേ, കർത്താവേ കരുണ തോന്നണമേ. കഴിഞ്ഞ നാളുകളിൽ കർത്തൃദിനാചരണത്തിൽ വന്ന കുറവുകളെ ഓർത്ത് കർത്താവേ കരുണ തോന്നണമേ. ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് നടക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് കർത്താവേ കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്
ദേവാലയവും തിരുസഭയും വിശുദ്ധ ജീവിതം ഉപേക്ഷിച്ച് നടക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെ ഓർത്ത് കർത്താവേ കരുണ തോന്നണമേ. മദ്യപാനം, ചീട്ടുകളി, ദുർവൃത്തി തുടങ്ങിയുള്ള അരാജകത്വങ്ങൾ കർത്താവിന്റെ പരിശുദ്ധ ദിവസത്തിൽ ചെയ്ത നാളുകളെ ഓർത്ത് കർത്താവേ കരുണ തോന്നണമേ. കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടന്ന അവസരങ്ങളെ ഓർത്ത് കർത്താവേ കരുണ തോന്നണമേ. ഓരോ നാളുകളിലായി അവിവേകത്തിന്റെ ദിവസങ്ങളും മണിക്കൂറുകളും ഉണ്ടായിട്ടുണ്ട്. കർത്താവിന്റെ പരിശുദ്ധ ദിവസം ചവിട്ടി മതിച്ച് എല്ലാ അവസരത്തിലും മാപ്പ് ചോദിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളുടെ മേൽ കരുണ തോന്നണമേ, ജീവിതങ്ങളുടെ മേൽ കരുണ തോന്നണമേ, എല്ലാ ജീവിതങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഈശോയെ, 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 യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന, ആത്മാവിലെന്നും ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന, ആത്മാവിലെന്നും ആരാധന. ഇതിന്റെ ഡിവിഡികൾക്ക് മാറാനാഥ മീഡിയ സെന്റർ, സാൻചോ ടവർ, KSRTCക്ക് എതിർവശം, ഷൊർണൂർ റോഡ്, പാലക്കാട് 14. ഫോൺ 0491250490 2504290. ഇമെയിൽ ID maranatha@sehion.org, Sehion Television @sehion.org. സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട്. പിൻകോഡ് 678589. ഫോൺ 049242533333 327770 327710. ഇമെയിൽ ID director@sehion.org. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. അഭിഷേകാഗ്നി. സാമർത്ഥ്യത്തിലും നമ്മുടെ മനസ്സ് കുടുങ്ങരുത്. ദൈവം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി തന്നിട്ടുള്ള ഇരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. നോക്കുക, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലുള്ള യഹൂദ ഷാലോം ചാനലിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30 മുതൽ 9 മണി വരെ. പുനഃസംപ്രേഷണം വെള്ളിയാഴ്ച രാവിലെ 11 മുതൽ 11:30 വരെയും ശനിയാഴ്ച രാത്രി 1:30 മുതൽ 2 മണി വരെയും സംപ്രേഷണം ചെയ്യുന്നു. വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, ഹല്ലേലൂയ, മാറാനാഥാ, ഹല്ലേലൂയ, മാറാനാഥാ. മാറാനാഥ. ഇരയ്ക്കായി
അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ ഉണർവ് വേണം, ഒരു തീഷ്ണത വേണം. ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴും അങ്ങനെ തന്നെ വേണം. തനത് വിധി, മരിക്കുന്ന സമയത്ത് തന്നെ ഒരു വിധി. എന്താണ്? മാത്സര്യം, അനുസരണക്കേട്. മാറാനാത്ത ജീവൻ ടിവിയിൽ എല്ലാ ശനിയാഴ്ചയും രാവിലെ 6 മണി മുതൽ 6:30 വരെ. ജീവജലത്തിൻ അരുവികൾ ഒഴുകും നിമിഷം, തിരുവചനത്തിൻ ചുരുളഴിയുന്നൊരു സമയം. ദാഹാർത്തരെ വരുവിൻ, ദാഹജലം നുകരുവിൻ. ജീവജലം, 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 ജീവജലം. ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മനോജ്ഞങ്ങളായ മാനുഷിക ഭാവങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമാണ് ദൈവാരാധന. ഓസിയ പ്രവചനത്തിൽ 14-ാം അധ്യായം 8-ാം തിരുലിഖിതം, ഞാനാണ് നിങ്ങൾക്ക് ഫലം തരുന്നത്. ജീവജലം ഓൾ കേരള ACV എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 6 മണി മുതൽ 6:30 വരെ. എൽ ഷദായ്, എൽ ഷദായ്, ദൈവം സർവശക്തൻ, സർവം സൃഷ്ടിച്ചവൻ, സർവം ഭരിക്കുന്നവൻ, സർവാധിപൻ, സർവശക്തൻ. എൽ ഷദായ്, എൽ ഷദായ്, എൽ ഷദായ്, ദൈവം സർവശക്തൻ, എൽ ഷദായ്. വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്കണം. യേശുവിന്റെ നാമത്തിൽ വളരെ പ്രകടമായ ദൈവിക ഇടപെടലുകൾ പിതാവായ ദൈവം ഈ കാലഘട്ടത്തിൽ നൽകുന്നുണ്ട്. ചെയ്യരുത് എന്ന് പറഞ്ഞ് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ വചനങ്ങളും ലംഘിക്കാൻ ഈ ലോകം എന്നെയും നിങ്ങളെയും നിർബന്ധിക്കും. എൽ ഷദായ്. തത്സമയ പ്രക്ഷേപണം. ദൈവവചനം പ്രവഹിക്കപ്പെടുന്നു. ദൈവം നിങ്ങളുമായി സംസാരിക്കുന്നു. ദൈവവചനം ശ്രദ്ധിക്കൂ. ദൈവത്തിന്റെ വാക്കുകൾ. സെഹിയോൻ ടെലിവിഷൻ അവതരിപ്പിക്കുന്നു സെഹിയോൻ റേഡിയോ. ലോഗിൻ ചെയ്യൂ www.sehionradio.org. കുട്ടികൾക്കായി സേവ്യർ കാൻവട്ടായിലച്ചൻ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വളരെ ലളിതമായി ഒരുക്കിയിരിക്കുന്ന പുസ്തക പരമ്പര നിഗൂഢമന്ന. ഈ പരമ്പരയിലെ പുസ്തകങ്ങൾ കുട്ടികളെ വിശുദ്ധിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ വളരെയേറെ ഉപകരിക്കുന്നു. സ്നേഹത്തിന്റെ വെള്ളരിപ്രാവ് വിശുദ്ധ കൊച്ചു ത്രേസ്യ, പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായവൻ വിശുദ്ധ പാദ്രേ പിയോ, കുംഭസാരക്കൂട്ടിലെ രക്തസാക്ഷി വിശുദ്ധ ജോൺ മരിയ വിയാനി, ഉടമ്പടിയുടെ പേടകം വിശുദ്ധ അന്തോനീസ്, പൗരസ്ത്യ ദേശങ്ങളുടെ അപ്പസ്തോലൻ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, അറിവ് തേടി അമൃതം തേടി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, ഒരു സഹനയാത്ര വിശുദ്ധ ജെർമെയിൻ കുസീൻ, ആധ്യാത്മിക ഗുരുനാഥ വിശുദ്ധ അമ്മ ത്രേസ്യ, പുണ്യം വിതച്ച് പുണ്യം കൊയ്ത് വിശുദ്ധ ഡോൺ ബോസ്കോ, അഖില ലോക പ്രേഷിത വര്യൻ വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി, ഉപവിയുടെ അപ്പസ്തോലൻ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്, മൊളോക്കോയിലെ പ്രേഷിതൻ വിശുദ്ധ ഫാദർ ഡാമിയൻ, കാരുണ്യത്തിന്റെ ആൾരൂപം വിശുദ്ധ വിൻസെന്റ് ഡി പോൾ, താപസവൃത്തിയുടെ വഴികാട്ടി വിശുദ്ധ ബെനഡിക്ട്, അസാധ്യ കാര്യങ്ങളുടെ വിശുദ്ധ വിശുദ്ധ റീത്ത. നിഗൂഢമല്ല ഈ പരമ്പരയിലെ പുസ്തകങ്ങൾ സെഹിയോൻ ബുക്ക് സ്റ്റാളിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ്.
www.sehionretreatcenter.blogspot.in. ഈ ബ്ലോഗ് സ്പോട്ടിലൂടെ നിങ്ങൾക്ക് മാറാനാത്ത മീഡിയ സെന്റർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ, വിശുദ്ധരുടെ ജീവചരിത്ര പരമ്പരകൾ, വട്ടായിലച്ചന്റെ ആത്മീയ ഗ്രന്ഥങ്ങൾ, ബുക്ക്ലെറ്റുകൾ, ന്യൂസ് ലെറ്ററുകൾ വായിക്കാവുന്നതും ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. സെഹിയോൻ സോങ്ങുകൾ, സെഹിയോൻ വീഡിയോ സിഡികൾ എന്നിവയെക്കുറിച്ചറിയുവാൻ നിങ്ങൾ ഇന്നു തന്നെ സന്ദർശിക്കുക. www.sehionretreatcenter.blogspot.in. ഞങ്ങളുടെ അഡ്രസ് സെഹിയോൻ റിട്രീറ്റ് സെന്റർ, താവളം PO, അട്ടപ്പാടി, കേരള, സൗത്ത് ഇന്ത്യ. പിൻകോഡ് 678582. ഫോൺ ഓഫീസ് 04924253333. പ്രയർ റിക്വസ്റ്റ് 04924327770. റിട്രീറ്റ് എൻക്വയറി 04924327710. ഇമെയിൽ director@sehion.org. Visit our website www.sehion.org. സ്തുതിയും ബഹുമാനവുമെല്ലാം ഈശോയ്ക്കായി നൽകണമെന്നാളും മുഴുമനമോടെ. അവനേകിയ നന്മകളെല്ലാം ഓർക്കേണം, അതിനായി നന്ദി പറഞ്ഞു സ്തുതിക്കണം. ബലിയായി നിന്റെ ജീവിതം നൽകേണം ആ കൈകളിൽ, അവനോ വളർന്നിടണം, നീയോ കുറഞ്ഞിടണം. ബലിയായി നിന്റെ ജീവിതം നൽകേണം ആ കൈകളിൽ, അവനോ വളർന്നിടണം, നീയോ കുറഞ്ഞിടണം. സ്തുതിയും ബഹുമാനവുമെല്ലാം ഈശോയ്ക്കായി നൽകണമെന്നാളും മുഴുമനമോടെ. അവനേകിയ നന്മകളെല്ലാം ഓർക്കേണം, അതിനായി നന്ദി പറഞ്ഞു സ്തുതിക്കണം. ജീവിതം ദാനമായി നാഥനേകിയില്ലേ, സ്വന്ത ബന്ധുക്കളെ ഏറെ നൽകിയില്ലേ. ജീവിതം ദാനമായി നാഥനേകിയില്ലേ, സ്വന്ത ബന്ധുക്കളെ ഏറെ നൽകിയില്ലേ. നിന്റെ പാപങ്ങളെ നീക്കിടുന്നതിനായി ക്രൂശിലേറീശോ ജീവനേകിയില്ലേ. നിന്റെ പാപങ്ങളെ നീക്കിടുന്നതിനായി ക്രൂശിലേറീശോ